ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് 3 അലിഗേറ്റർ ക്ലിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ നമുക്ക് വഴിയെ നോക്കാം. അപ്പോൾ അതിൽ ഞാൻ ക്രിസ്മസ് തീമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരെണ്ണം നമുക്ക് ക്രിസ്മസ് തീമിൽ അല്ലെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ബാക്കി രണ്ടും ക്രിസ്മസ് ബേസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മളൊരു സ്ക്വയർ വരയ്ക്കുക. അതിനുശേഷം 4 സൈഡിൽ നിന്ന് ഇതുപോലെ സെൻറ്ററിലേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മളിതാ ഇതുപോലെ ഒരു സൈഡിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ ട്രയാങ്കിൾ രീതിയിലും ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മളിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് ഫസ്റ്റ് നമുക്ക് സ്ക്വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ഓരോ പാർട്ടായിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ കറക്റ്റ് സ്ക്വയറിൽ തന്നെ നിങ്ങൾ വരയ്ക്കുക, എങ്കിലാണ് ആ ഒരു ഭംഗി വരുള്ളൂ അവസാനം. അപ്പോൾ ശരിക്കും എന്തെങ്കിലും ഒന്നെങ്കിൽ സ്കെയിൽ വെച്ച് 4 സൈഡും ഒരേ രീതിയിൽ അളവെടുത്ത് വരയ്ക്കുക, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ബാക്കിൽ വേണം വരയ്ക്കാനായിട്ട്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ ചെറിയ മക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ബാക്കിൽ വരയ്ക്കണം കേട്ടോ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ. ഇനി നമ്മൾ ആദ്യം തന്നെ 4 സൈഡിൽ നിന്ന് വരച്ചിരിക്കുന്നുണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് വിട്ടു പോകരുത്. സെൻറ്ററിലേക്ക് കറക്റ്റ് സെൻറ്ററിൽ കൊണ്ട് മുട്ടിക്കരുത്. നമ്മൾ അതിന് മുമ്പ് ജസ്റ്റ് നിർത്തണം. ഇതുപോലെ വരണം, ഇല്ലെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്യണത് മുറിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ പീസ് അതിൽ നിന്ന് പോവും. അപ്പോൾ നമുക്ക് ഷേപ്പ് കിട്ടില്ല. ഇതുപോലെ കറക്റ്റ് വേണമെങ്കിൽ നിങ്ങൾ ഒരു സർക്കിൾ വരച്ച് വെച്ചോളൂ. ചെറിയൊരു സർക്കിൾ സെൻറ്ററിൽ വേണമെങ്കിൽ വരച്ച് വയ്ക്കാം. ഇനി നമ്മളിതാ ആദ്യം നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പോലെ. അപ്പോൾ അതിനെ നമ്മൾ കട്ട് ചെയ്ത് നിർത്തുക, കട്ട് ചെയ്ത് കളയരുത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നിർത്തുക. നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പാടില്ല. ഇനി നമുക്ക് അതിൻ്റെ 2 സൈഡിലുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കണം, കട്ട് ചെയ്യുമ്പോൾ ആ സെൻറ്ററിലെ പീസ് വിട്ടു പോകരുത്. അതൊന്നും കളഞ്ഞതിന് ശേഷം അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളത് പീസുകൾ കട്ട് ചെയ്ത് പോവാതെ ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. കാരണം ആ മൂലകൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒക്കെ വിട്ടുപോകും. അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് ഈ ഒരു ബോ ഒറ്റ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കത് കഴിഞ്ഞ് ആ ഷേപ്പ് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് മനസ്സിലാവുക. ഇനി നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിനെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതിൻ്റെ 2 സൈഡിലും ഒരു പീസ് ഇങ്ങനെ നിൽക്കും. ഇനി നമുക്ക് ആ 2 സൈഡിലുള്ള ആ ഒരു ട്രയാങ്കിൾ പോലത്തെ ആ ഷേപ്പ് ഉണ്ടല്ലോ, അതിനതുപോലെ ഒന്ന് സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് ഒട്ടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 2 കോർണറിലും നമുക്ക് ഗ്ലൂ കൊടുത്തിട്ട് ഒന്ന് സെൻറ്ററിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതൊക്കെ ഒട്ടിക്കുമ്പോൾ കറക്റ്റ് ആ സെൻറ്ററിൽ വരുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. എങ്കിലാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഷേപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി നമ്മളിത് അതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക. 1 സെക്കൻഡ് നമ്മളൊന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ അലിഗേറ്റർ ക്ലിപ്പ് വയ്ക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കറക്റ്റ് പൊസിഷനിലല്ലേ ഇരിക്കണേ എന്നുള്ളത്. കാരണം നമ്മളത് അവിടെ വെച്ച് കൊടുക്കുന്നത് അത് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അലിഗേറ്റർ ക്ലിപ്പ് മാറ്റി കഴിയുമ്പോഴേക്കും അത് ഉണങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഷേപ്പ് അല്ലെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് വേണം ആ ക്ലിപ്പ് വെച്ച് കൊടുക്കാനും. കറക്റ്റ് പൊസിഷനിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്താൽ അത് അവിടെ ഇരുന്ന് ഉണങ്ങിക്കോളും. അപ്പോഴേക്കും നമുക്ക് അടുത്ത സൈഡും ഒട്ടിച്ചെടുക്കാം. അതേ രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കാം. അപ്പോഴും അവിടെയും നമുക്ക് ഇതുപോലെ തന്നെ അപ്പോഴേക്കും അത് ഉണങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ അലിഗേറ്റർ ക്ലിപ്പ് എടുത്ത് ഇപ്പുറത്ത് വെച്ച് കൊടുക്കാം. അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. കറക്റ്റ് അതേ രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഒരു പീസിലാണ് നമ്മൾ ഈ ബോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് വലിയ സൈസിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ബാൻഡുമ്പോഴേക്കും ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മൾ ആദ്യം വെച്ച അലിഗേറ്റർ ക്ലിപ്പ് നമ്മൾ എടുത്തു കണ്ട നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തതും നമുക്ക് കുറച്ച് ടൈം എടുക്കുമ്പോഴേക്കും അത് ഉണങ്ങും. അപ്പോൾ അതാ ഇനി നമ്മൾ ആ 2 സൈഡിലേക്ക് നിൽക്കുന്ന ആ പീസിനെ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുക്കുകയാണ്. അവിടെ കുറച്ചൊരു ഗ്ലൂ വെച്ചിട്ട് നമുക്കതിനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുക്കാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക, നമ്മൾ ഈ 2 പീസ് ഇതുപോലെ ഒന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊടുക്കുക. അതും കറക്റ്റായിട്ട് നിൽക്കണം. ശരിക്കും ആ ഒരു 2 സൈഡിലെ ആ ഒരു ഷേപ്പിൻ്റെ ഉള്ളിലേക്ക് വരണം. കണ്ടോ, അതുപോലെ. അപ്പോൾ ഗ്ലൂ ഒന്ന് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ ആ സെൻറ്ററിൽ നിർത്തിയിരിക്കുന്ന ഒരു പീസ് നമുക്കിതിനൊന്ന് വട്ടം ചുറ്റി ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് വിട്ടുപോയില്ല. നമ്മൾ സെൻറ്ററിലേക്കാണല്ലോ എല്ലാം കൊണ്ടുവന്ന് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ സെൻറ്ററിലൊരു ഉറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു പീസിന് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിലേക്കൊക്കെ ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് റൗണ്ടിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ ബോമ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അവിടെയും ഇതുപോലെ തന്നെ നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ ഒട്ടിയിരുന്നോളും. അപ്പോൾ നമ്മുടെ ആ ഒരു ബോ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് അലിഗേറ്റർ ക്ലിപ്പിലേക്ക് ഒട്ടിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ പീസ് സ്റ്റോൺ ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം അത് കരുതിയിരുന്നില്ല. നമ്മൾ ഓരോന്ന് ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതുമ്പോൾ മാറ്റങ്ങൾ വരുത്താൻ തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു സ്റ്റോൺ ഷീറ്റും കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഒരു ഭംഗി ഉണ്ടാവുന്നു. അപ്പോൾ അത് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് അതുമ്പോൾ ജസ്റ്റ് സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു കുറച്ചും കൂടി ഒരു ഭംഗിയായി കണ്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ചെയ്തു. എപ്പോഴും സൈസ് നമ്മൾ അലിഗേറ്റർ ക്ലിപ്പിന് പറ്റാവുന്ന സൈസിൽ സ്ക്വയർ കട്ട് ചെയ്തെടുക്കണം. അത് ശ്രദ്ധിക്കണം. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ അലിഗേറ്റർ ക്ലിപ്പുമ്പോൾ നമുക്കത് വെച്ചാൽ ഇരിക്കില്ല, അത് തന്നെയല്ല ഭംഗിയും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിന് കറക്റ്റ് ആവുന്ന രീതിയിൽ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നമ്മുടെ സ്റ്റോൺ ഷീറ്റും കൂടി ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മളിത് ഡയറക്റ്റായിട്ട് അലിഗേറ്റർ ക്ലിപ്പുമ്പോൾ വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഒട്ടിയിരിക്കാൻ ഇത്തിരി പ്രയാസമാണ്. അപ്പോൾ നമ്മളതുമ്മേ ഒരു ചെറിയ പീസ് നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിച്ചിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്രീനാണ് ഗ്ലിറ്റർ ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു കളറ് രണ്ടായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ക്രിസ്മസ് തീം തന്നെയാണല്ലോ, അപ്പോൾ രണ്ടും ഗ്രീനും റെഡും ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. റെഡ് തന്നെ കൊടുക്കുമ്പോൾ ഒരു ഭംഗിയില്ല, രണ്ടും റെഡ് ആകുമ്പോൾ രസം തോന്നിയില്ല എനിക്ക്. അപ്പോൾ ഞാനിങ്ങനെ കൊടുത്തു. അപ്പോൾ നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയാം. എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിലും പിന്നെ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഒന്ന് ജസ്റ്റ് വളച്ചു കൊടുക്കുന്ന രീതിയിലും അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അലിഗേറ്റർ ക്ലിപ്പുമ്പോഴേക്ക് 2 പീസ് ഗ്ലിറ്റർ ഷീറ്റ് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വീഡിയോ എന്താണ് ഇത്ര സ്പീഡായെന്ന് എനിക്കറിയില്ല. ഞാൻ എടുത്തപ്പോൾ തന്നെ വീഡിയോ സ്പീഡിലായിട്ടാണ് ഓൾറെഡി ക്യാമറയിൽ വന്നിരിക്കുന്നത്. അത് എന്താണെന്ന് എനിക്കറിയില്ല. എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അത് സ്പീഡായി കാണുന്നത്. അപ്പോൾ അത് എന്ത് പറ്റിയതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അതാണ് ഇത്ര സ്പീഡിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മളിത് അലിഗേറ്റർ ക്ലിപ്പും ആ പീസ് ഒട്ടിച്ചു. ഇനി നമ്മൾ ആദ്യം ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ ഒട്ടിച്ചതും അതിൻ്റെ മുകളിലായിട്ടൊരു സ്റ്റാറും കൂടി ഒട്ടിച്ചു കൊടുക്കുക. ഇനി അടുത്തതിൽ നമ്മളിതാ ഇതുപോലെ പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓരോ സൈസിനനുസരിച്ച് ചെറുതായാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് അല്ല എങ്കിലും ഒന്ന് ജസ്റ്റ് വളച്ചു കൊടുത്തിട്ട്, അപ്പോൾ ഞാൻ 3 പീസ് ആദ്യം കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോരാന്ന് എനിക്ക് തോന്നി, ഒരു പീസും കൂടി ചെറുത് വേണം. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതും കൂടി ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ സ്റ്റാറും കൂടി ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോയുടെ സ്പീഡ് കൂടിയ പോലെ തന്നെ എൻ്റെ സൗണ്ടിനും സ്പീഡ് കൂടി. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ 3 അലിഗേറ്റർ ക്ലിപ്പും നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഈ ഒരു ക്ലിപ്പ് നല്ല ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഏതതിൽ ഇഷ്ടമായി എന്ന് വെച്ചാൽ നിങ്ങൾ പറയാം. അപ്പോൾ ഇനി പുതിയൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.